ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാനിന്നേ ഒരു പ്രത്യേക ഒരു വിഭവമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇടിച്ചക്ക ഉണ്ടല്ലോ, അത് എനിക്കിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അറിയുന്നൊരു സാറുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ഇടിച്ചക്ക അവരവരെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചു തന്നു. അപ്പോൾ ആ ഇടിച്ചക്ക കൊണ്ട് ഞാനൊരു നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നില്ലേ, അതേമാതിരി ഒരു ചില്ലി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിൽ ഇതിപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചതാണ്. ഞാനെനിക്ക് ജോലിക്ക് പോകാനുള്ള കാരണം എല്ലാം കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പുരട്ടി വെച്ചതിന് ശേഷമാണ് കാണിക്കുന്നത്. അതിലേക്ക് എങ്ങനെ വെച്ചാൽ ഗരം മസാല ഉണ്ട്, പിന്നെ അതേമാതിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഒരു ലേശം കോൺഫ്ലവർ, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മസാലയാക്കി പുരട്ടി വെച്ചതാട്ടോ. അത് ഇടിച്ചക്കയാണ്. ഇടിച്ചക്കേൻ്റെ ബാക്കി ഭാഗം അത് ഞാൻ മാറ്റി വെച്ചതാണ്. ചെറിയ ഇത് ഇടിച്ചക്ക അത് ഇട്ട് മസാല പുരട്ടി വെച്ചാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ഇനി എണ്ണയിലിട്ട് പൊരിക്കാൻ പോവുകയാണ്. നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കണം അതേമാതിരി തന്നെ ഇത് പൊരിച്ച് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ചിക്കൻ ചില്ലി എങ്ങനെ അതേമാതിരി തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുത്ത് കാണിക്കാം കേട്ടോ. ഇതിന് കുറേ സമയം ഇല്ലാത്തത് കാരണം ഞാൻ മസാല പുരട്ടുന്നതൊന്നും കാണിച്ചിട്ടില്ല. ഇതിപ്പം ഞാൻ എണ്ണയിലിട്ട് പൊരിക്കുന്നത് കാണിക്കുകയാണേ. അപ്പോൾ എന്താ വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടി വലുതാക്കി അരിയേണ്ടതായിരുന്നു. ഞാനിത് നമ്മൾ ഉപ്പേരിണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതാക്കി അരിഞ്ഞതായിരുന്നു. അപ്പോഴാണ് ഇത് ഇട്ടൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. എണ്ണയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണേ. ഇതെന്താ വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു പരിപാടിയാണ്. ഇത് ഞാൻ ഇതേമാതിരി തന്നെ എൻ്റെ ഒരു സുഹൃത്ത് കാണിച്ചു തന്നതാണ് എനിക്ക്. അപ്പോൾ ഞാനതൊന്നും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്കറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എന്നാലും അവൾ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നന്നായി വരും ചെയ്തു. പെട്ടെന്നാവും. നമുക്ക് ഉള്ളിലത്തെ ചക്ക വേവാനും പണിയില്ല, കാരണം ചെറിയതല്ലേ, ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല സിമ്പിളായിട്ടുള്ളൊരു പരിപാടി. മസാല പുരട്ടി ഇത് അരിഞ്ഞെടുത്ത് മസാല പുരട്ടിക്കേണ്ട പരിപാടി ഇതേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് വെന്തും കിട്ടും, കഴിക്കാനും ടേസ്റ്റാണ്. ഇടിച്ചക്ക നമ്മൾ വെറുതെ ഉപ്പേരി ഉണ്ടാക്കുന്നതിന് പകരം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. എനിക്കിന്ന് ജോലിക്ക് പോകാനുള്ളത് കാരണം ഉണ്ണിയപ്പമൊന്നും ഉണ്ടാക്കുന്നതില്ല. അപ്പോൾ ഓർഡറില്ല അപ്പം ഇന്ന്. അപ്പോൾ ഞാനിന്ന് ഉണ്ണിയപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ ഇത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയൊന്ന് ചെയ്ത് നോക്കൂ. ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് സിമ്പിളാണ്. നമ്മൾ ചില്ലി ചിക്കന് പറ്റുന്ന മസാലകൾ തന്നെ ഇതിലും ചെയ്യേണ്ടുള്ളൂ. കൂടുതലായിട്ട് വേറൊന്നും ചേർക്കാനില്ല. പിന്നെ ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ചില്ലി ചിക്കനല്ല ഇത് നമുക്ക് ചെയ്യാൻ മറ്റേ കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടി കൂട്ടിയിട്ടും ചെയ്യാം കേട്ടോ. നമ്മൾ ഗരം മസാല ഇടുന്നതിന് പകരം കായപ്പൊടി കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്താലും നന്നായിരിക്കുന്നതാണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. എന്നാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്.